എം ശിവശങ്കറിനെ പോലെ ADGP അജിത് കുമാറിനെ വളർത്തുകയാണ് മുഖ്യമന്ത്രിയെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. കേസന്വേഷണം CBIക്ക് വിടാൻ തയ്യാറല്ല എങ്കിൽ ഭരണം ആരുടെ കയ്യിലാണെന്ന് കേരള മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 5 അംഗ കള്ളക്കടത്ത് സംഘത്തിലെ ഒരാളാണ് അജിത് കുമാർ. ആ സംഘത്തിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ്. കേരള മുഖ്യമന്ത്രിയുടെ നയങ്ങൾ മാറ്റിയില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം പിണറായിയിലൂടെ ആയിരിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ADGPക്കെതിരായ കേസ് കേന്ദ്ര ഏജൻസികൾക്ക് വിടാൻ അമിത്ഷായെ കണ്ട് സംസാരിക്കുമെന്നും കൂടി ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് ഈ കേസ് വിട്ടുകൊടുക്കുന്നില്ല? PV അൻവറിനെയും ചോദ്യം ചെയ്യണം. അൻവർ അത്ര ഹരിചന്ദ്രനൊന്നുമല്ല. നാട് നന്നാക്കാനാണ് PV അൻവർ ഇതൊക്കെ ചെയ്തത് എങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി കേന്ദ്രത്തിന് തന്റെ കയ്യിലുള്ള വിവരങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടത് എന്നുകൂടി ശോഭ പറഞ്ഞു. മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും അറിവില്ലാതെ അൻവർ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തില്ല. കേരളത്തിൽ വ്യാപകമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. കേന്ദ്ര സംഘത്തിന്റെ അന്വേഷണം ശക്തമായി നടന്നാൽ ഇതെല്ലാം പുറത്തുവരും. അതേസമയം ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി കൈക്കൊണ്ടിരിക്കുന്നത്. കണ്ണിൽ പൊടിയിടാൻ എന്നോണമാണ് ഒരു തട്ടിക്കൂട്ട് സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. അജിത് കുമാറിന്റെ മുന്നിൽ മുട്ടുവിറയ്ക്കുന്ന DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആരോപണങ്ങൾ അന്വേഷിക്കുമത്രേ. അന്വേഷണ സംഘത്തിൽ അജിത് കുമാറിന് താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വിചിത്രം. PV അൻവറിന്റെ ആരോപണങ്ങൾ സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമായിരുന്നിട്ടും ആരോപണ വിധേയരായ ADGP MR അജിത് കുമാറിനെയും പത്തനംതിട്ട SP സുജിത് ദാസിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതിൽ നിന്ന് തന്നെ ഈ മാഫിയ സംഘത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കും സംശയാസ്പദമായിരിക്കുകയാണ്. ഈ അന്വേഷണ പ്രഹസനം സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ വിലയിരുത്തുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ADGP അജിത് കുമാറിനെ മാറ്റി നിർത്താൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. നിലവിൽ സുജിത് ദാസിനെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് നീക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ചും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണമെന്ന് ഉത്തരവിൽ പരാമർശിച്ചിട്ടില്ല. ചില പോലീസുകാർക്കെതിരായ ആക്ഷേപങ്ങളും MR അജിത് കുമാർ നൽകിയ പരാതിയും പരിശോധിക്കണമെന്നാണ് ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് അൻവറിനെതിരെയും അന്വേഷണം ഉണ്ടെന്നർത്ഥം. ഫോൺ ചോർത്തലടക്കം അൻവർ സമ്മതിച്ചിട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലേക്കും അന്വേഷണം നടന്നേക്കും. ഒടുവിൽ വാദി പ്രതിയാകുമോ എന്നതും കണ്ടറിയണം. കാരണം ഈ അന്വേഷണ സംഘത്തെയും നിയന്ത്രിക്കുന്നത് സാക്ഷാൽ P ശശി എന്ന സൂപ്പർ മുഖ്യമന്ത്രിയാണ്. അതോർക്കണം.